ഇനിയും സമയമായിട്ടില്ല. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് പരമ്പര എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് കരിനിഴൽ വീഴ്ത്തി പ്രോട്ടീസ് പേസ് പട. 5 ദിവസത്തെ ടെസ്റ്റ് 3 ദിവസത്തിൽ തീർത്ത് ആഫ്രിക്കൻ പട ആഞ്ഞടിച്ചു. റബാദയും സംഘവും ആദ്യ ഇന്നിംഗ്സിൽ 245 ഇന്ത്യയെ ഒതുക്കിയിരുന്നു. KL രാഹുൽ നേടിയ സെഞ്ചുറിയാണ് ഇന്ത്യയെ അത്രയുമെങ്കിലും ഒരു സ്കോറിൽ എത്തിക്കാൻ സഹായിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഡീൽ എൽഗർ നേടിയ 185 റൺസും 7-മനായി ഇറങ്ങിയ മാർക്കോ ജാൻസൺ നേടിയ 84 റൺസും ആഫ്രിക്കൻ പടയെ 408 എന്ന വലിയ സ്കോറിലേക്ക് എത്തിച്ചു. 163 റൺസിൻ്റെ ലീഡാണ് ഇന്ത്യയുടെ മുന്നിലേക്ക് അവർ വെച്ചുകൊടുത്തത്. മാർക്കോ ജാൻസൺ ആവട്ടെ തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ 2ാമത്തെ ഹയസ്റ്റ് സ്കോറാണ് ഇന്ന് നേടിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യത്തേതും. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് റബാദയുടെ ആദ്യ ബോളിൽ തന്നെ നഷ്ടമാകേണ്ടതായിരുന്നു. ബോൾ ജയ്സ്വാളിൻ്റെ ബാറ്റിൽ ഔട്ട്സൈഡ് എഡ്ജായി സെക്കൻഡ് സ്ലിപ്പിൽ മാക്രത്തിന് കൈകളിലേക്ക്. മാർക്രം ഡൈവ് ചെയ്തെങ്കിലും ക്യാച്ച് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ റബാദ എറിഞ്ഞ 3ാം ഓവറിലെ അവസാന ബോൾ രോഹിത്തിൻ്റെ ഓഫ് സ്റ്റമ്പ് തെറിപ്പിച്ചാണ് കടന്നുപോയത്. 6ാം ഓവറിൽ ബർഗർ ജയ്സ്വാളിനെയും പറഞ്ഞയച്ചു. പിന്നീട് ക്രീസിൽ കോഹ്ലിയും ഗില്ലും സ്കോർ മുന്നോട്ട് നീക്കി. പക്ഷേ 14ാം ഓവറിലെ അവസാന ബോളിൽ ഗില്ലിനെ മാർക്കോ ജാൻസൺ ബൗൾഡാക്കി. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 52-3. ഇന്നിംഗ്സ് തോൽവിയിലേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നിപ്പിച്ചു തുടങ്ങിയ നിമിഷം. പിന്നീട് വന്ന ശ്രേയസ് അയ്യർ കോഹ്ലിയുമൊത്ത് സെറ്റിലാകാൻ നോക്കിയെങ്കിലും 18ാം ഓവറിലെ 5ാം ബോളിൽ മാർക്കോ ജാൻസൺ ശ്രേയസ് അയ്യരെ ബൗൾഡാക്കി. അപ്പോൾ സ്കോർ 72-4. ശേഷം ക്രീസിൽ കോഹ്ലിക്കൊപ്പം ചേർന്ന രാഹുൽ ഏകദിന ശൈലിയിൽ കളിച്ച കോഹ്ലിക്ക് സപ്പോർട്ട് കൊടുത്തു. പക്ഷേ ആദ്യ ഇന്നിംഗ്സിലെ ഹീറോ രാഹുലിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ബർഗറിൻ്റെ ബോളിൽ മാർക്രത്തിന് ക്യാച്ച് നൽകി മടങ്ങി. സെക്കൻഡ് സ്ലിപ്പിൽ ആദ്യ ക്യാച്ച് നഷ്ടപ്പെടുത്തിയ മാക്രത്തിന് ആശ്വാസമായി. തൊട്ടടുത്ത ബോളിൽ അശ്വിനെയും പറഞ്ഞുവിട്ട് ബർഗർ ആഞ്ഞടിച്ചു. പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ വാലറ്റം കൂടാരം കയറി. 82 ബോളിൽ 76 റൺസ് നേടി അവസാനം വരെ പോരാടിയ കോഹ്ലിയെ ജാൻസൺ റബാദയുടെ കൈകളിലെത്തിച്ച് ഇന്നിംഗ്സ് തിരശ്ശീല വീണു. ഇന്ത്യ ഒരു ഇന്നിംഗ്സിനും 32 റൺസിനും തോറ്റു. ആദ്യ ഇന്നിംഗ്സിലെ ഹീറോ റബാദ ആയിരുന്നെങ്കിൽ 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നേടി ബർഗറും 3 വിക്കറ്റ് നേടി ജാൻസണും 2 വിക്കറ്റ് നേടി റബാദയും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിനെ 34 ഓവറിൽ തീർത്ത് കളഞ്ഞു.